ഹലോ ഗായ്സ്, എല്ലാവർക്കും JP വ്ളോഗ്സിലേക്ക് സ്വാഗതം. എല്ലാവർക്കും സ്വാതന്ത്ര്യദിന ആശംസകൾ. അപ്പോൾ ഇന്ന് എനിക്ക് ഡാൻസ് ഉണ്ടെന്ന് പറഞ്ഞില്ലേ. ഇപ്പം എൻ്റെ വെള്ള ഡ്രസ്സും പിന്നെ വെള്ള ഷൂവും വെള്ള മാലയും വെള്ള ബുഷും എല്ലാം ഉണ്ട്. പിന്നെ മേക്കപ്പ് സാധനങ്ങളൊക്കെ ഉണ്ട്, കൊടിയൊക്കെ ഉണ്ട്. പക്ഷെ ഞാനാണെങ്കിൽ സ്കൂളിൽ ചെന്നപ്പോൾ കൊടി എടുത്തില്ല. അപ്പം ഞങ്ങൾ സ്കൂളിൽ ചെന്ന് അപ്പം തന്നെ കുറച്ച് പേരൊക്കെ വന്നുള്ളൂ ഗൈസ്. അപ്പം ടീച്ചർമാരെല്ലാവരും വന്നു. അപ്പോൾ ഉമ്മ എന്നോട് പറഞ്ഞു, അവിടെ പോയി എനിക്ക് എല്ലാവരും അവിടെ അല്ലേ നിങ്ങളുടെ ക്ലാസ്സൊക്കെ നിൽക്കുന്നതെന്ന് പറഞ്ഞു. ഞാൻ അവിടെ പോയി അങ്ങ് നിന്ന് ഗൈസ്. പിന്നെ ആണെങ്കിൽ ഞങ്ങളുടെ HM ടീച്ചർ ആണെങ്കിൽ കൊടി ഉയർത്താൻ പോവാണ്. എൻ്റെ ഇടയ്ക്ക് കൂടെ ഒരു ചെറിയൊരു LKG പഠിക്കുന്ന ഒരു ചെക്കൻ വന്ന്, അത് ഗാന്ധിജി ആയിരുന്നു. ആ ചെക്കനാണെങ്കിൽ ഇങ്ങനെ നടുവി വന്ന് നിന്നു. പിന്നെ HM ടീച്ചർ കൊടി മേലോട്ടാക്കി. എന്നിട്ട് അത് കൊടി നേരെയാക്കി കെട്ടി. എന്നിട്ട് ഞങ്ങളോട് HM ടീച്ചർ തന്നെ പറഞ്ഞു സല്യൂട്ട് ചെയ്യാൻ എല്ലാവരോടും പറഞ്ഞു. ഞങ്ങളെല്ലാവരും ചെയ്തു. പിന്നെ ടീച്ചർമാരെല്ലാവരും ഞങ്ങളെ അറേഞ്ച്മെൻറ്റ് ചെയ്തിരുത്തി. എല്ലാവരും നല്ലപോലെ നല്ല സന്തോഷത്തിലൊക്കെയാണ് കഴിച്ചിരിക്കുന്നത്. പിന്നെ കുറേ പേരുടെ ഫോട്ടോസൊക്കെ എടുത്തു. പിന്നെ ഇതാണ് ഞങ്ങളുടെ 4ാം ക്ലാസ്സിൽ പഠിക്കുന്ന ജാനകി ചേച്ചി. അപ്പം ഇത് ഈ 3 ഇരിക്കുന്നതും ഞാൻ എൻ്റെ ഫ്രണ്ട്സാണ്. അത് ആ 2 പേരും എൻ്റെ ഫ്രണ്ട്സാണ് ഗൈസ്. അപ്പോൾ ഗൈസ്, ഞങ്ങളുടെ HM ആണെങ്കിൽ ഞങ്ങൾക്ക് സ്വാതന്ത്ര്യദിനം സന്ദേശം തന്നു. എന്നിട്ട് ഞങ്ങളെല്ലാവരെയും കൊണ്ട് ദീപം കത്തിപ്പിച്ചു. പിന്നെ ഞങ്ങളുടെ വയനാടിന് വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കാനായിട്ട് ദീപം കത്തിച്ചു. ഞങ്ങൾ കുറേ പ്രാവശ്യം പ്രാർത്ഥിച്ചു. അവരൊക്കെ എങ്ങനായിരിക്കും ജീവിക്കുന്നത്, ബുക്കുമില്ല, ബാഗുമില്ല, ഒന്നുമില്ല. സ്കൂള് വരെ പൊളിഞ്ഞു പോയിട്ടുണ്ട്. അവർക്ക് പഠിക്കാൻ ഇനി പറ്റത്തില്ലല്ലോ. എത്ര അമ്മയും അച്ഛനും നഷ്ടപ്പെട്ട കുഞ്ഞുങ്ങൾ വരെ ഉണ്ട്. അവർക്കൊക്കെ വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിച്ചു. പിന്നെ ഞങ്ങളുടെ പഞ്ചായത്ത് മെമ്പർ ശ്രീലേഖ മേഡം ഞങ്ങൾക്ക് സ്വാതന്ത്ര്യദിന സന്ദേശം പറഞ്ഞു തന്നു. പിന്നെ ആ മേഡം വയനാട് പോയി, അവിടുത്തെ ക്യാമ്പിൽ പോയി. അവിടുത്തെ ചേച്ചിമാർ പറഞ്ഞു ടീച്ചറിൻ്റെ സ്കൂളിലെ പിള്ളേർക്കൊക്കെ നല്ല സന്തോഷത്തോടെ അവർ സ്വാതന്ത്ര്യദിനമൊക്കെ ആഘോഷിക്കട്ടെ എന്നൊക്കെ പറഞ്ഞു. അപ്പോൾ അതൊക്കെ കേട്ടപ്പോൾ എനിക്ക് ഭയങ്കര സങ്കടമായി. അവിടുത്തെ ചേച്ചിമാരൊക്കെ പിന്നെ എങ്ങനെയായിരിക്കും സ്കൂളൊക്കെ പഠിക്കുന്നത്, ഇനി കുറേ വർഷമാവത്തില്ലേ. പിന്നെ LKGയിലെ ഒരു കൊച്ചാണെങ്കിൽ പാട്ടൊക്കെ പാടി സ്വാതന്ത്ര്യദിനത്തിൻ്റെ. പിന്നെ UKGയിലെ ഒരു 2 മക്കളെങ്ങാണ്ട് നല്ലൊരു പാട്ടൊക്കെ പാടി നല്ല രസമായിരുന്നു. പിന്നെ ഞങ്ങളുടെ ചേച്ചിമാരുടെയും കൊച്ചു പിള്ളേരുടെയൊക്കെ പാട്ടും പിന്നെ കഥാകഥനവും ഒക്കെ ഉണ്ടായിരുന്നു. അതൊക്കെ ഞങ്ങൾ കേട്ടിരുന്നു. പിന്നെ ഞങ്ങൾക്ക് ഡാൻസൊക്കെ പ്രാക്ടീസ് ചെയ്യാനുണ്ടായിരുന്നു ഗൈസ്. പിന്നെ കുറേ ഗ്രൂപ്പ് സോങ്ങും ഉണ്ടായിരുന്നു. പിന്നെ ഞങ്ങളുടെ ഡാൻസ് തുടങ്ങുക. പിന്നെ സാറ് ഞങ്ങൾ അറേഞ്ച്മെൻ്റ് ആയിട്ട്
ടീച്ചർമാരും ഒക്കെ ഞങ്ങൾക്ക് സ്വീറ്റ്സ് തന്നു. ലഡു ആയിരുന്നു, പിന്നെ വെള്ളമൊക്കെ ഉണ്ടായിരുന്നു, നല്ല രുചിയായിരുന്നു. പിന്നെ എല്ലാവരോടും പറഞ്ഞു. ഞാൻ സ്വാതന്ത്ര്യദിനത്തിന് ആശംസകളൊക്കെ എല്ലാവരോടും പറഞ്ഞു. അപ്പം എല്ലാവരും ലഡുവൊക്കെ കഴിച്ചു. അപ്പം പിന്നെ ആസിസയും ഞാനും റൈഹയും ദേവനന്ദയും ഒക്കെ ആയിട്ട് ഞങ്ങൾ സന്തോഷിച്ച ഒരു സ്ഥലത്ത് നിന്നു. പിന്നെ എല്ലാവരോടും ഞാൻ പറഞ്ഞു ഞാൻ പോവാന്ന് പറഞ്ഞു.